പശ്ചിമേഷ്യയിൽ സമാധാന പ്രതീക്ഷകൾക്ക് പുതിയ ഊർജം പകരുന്ന നിർണായക വാർത്തയാണ് പുറത്തുവരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന ചർച്ചകളിൽ വൻ പുരോഗതി ഉണ്ടായതായി തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഈ ചർച്ചയുടെ ഭാഗമായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ആ ഒരു പരിശോധനാ സംഘടനയ്ക്ക് ഇറാൻ വീണ്ടും പ്രവേശനം അനുവദിക്കാൻ സമ്മതിച്ചു എന്നതാണ് ഇവിടെ വാൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വ്യക്തമാക്കൽ ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക ഏറെ നാളായി തന്നെ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇതിനിടെ തന്നെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉയർന്നിരിക്കുകയാണ്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇറാൻ ആകട്ടെ ഇവിടെ ഹോർമൂസ് വീണ്ടും അടച്ചുപൂട്ടുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടുകൂടി തന്നെ ആഗോള എണ്ണ വിപണിയിലും അന്താരാഷ്ട്ര വ്യാപാര രംഗത്തും ആശങ്കകൾ ശക്തമായിരുന്നു. എന്നാൽ തുടക്കത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും സ്വിറ്റ്സർലാൻഡിലെ ചർച്ചകൾ വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നും നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും അടുത്തിടെ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആണവോർജ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ തിരിച്ചെത്തിക്കാൻ ഇറാൻ തയ്യാറായിരിക്കുന്നത് വലിയ നയതന്ത്ര വിജയമാണ് എന്നതാണ് അമേരിക്ക വിലയിരുത്തുന്നത്. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിരീക്ഷണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനും ആണവായുധ വികസനത്തെക്കുറിച്ചുള്ള സംശയം ഒഴിവാക്കുന്നതിനും ഇത് സഹായകരമാകുമെന്നതാണ് പ്രതീക്ഷ. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് മേൽ കടുത്ത സുതാര്യത ഉറപ്പാക്കുകയും പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. മേഖലയിലെ സ്ഥിരതയ്ക്കും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് വലിയ ആശ്വാസകരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് തന്നെയാണ്. ഈ പുരോഗതിയാകട്ടെ അന്തിമ സമാധാന കരാറിലേക്കുള്ള വഴി ഒരുക്കുമോ എന്നതാണ് നിർണായക ചോദ്യമായി ഉയരുന്നത്. ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടായതായി തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നേരത്തെ തന്നെ സ്ഥിരീകരണം നടത്തിയിരുന്നു. ഒരു അന്തിമ കരാറിലേക്ക് എത്തുന്നതിനായി തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നതായിരുന്നു വാൻസ് വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് ആഗോള ഊർജ്ജ വിതരണത്തിന്റെ 25% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ അത് നീക്കം ചെയ്യുന്നതിനും കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും നടപടികൾ ആവശ്യമായി വരുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ജരേദ് കുഷ്ണറും അതുപോലെ ഖത്തറും ചേർന്നുകൊണ്ട് ശ്രദ്ധേയമായ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതായിരുന്നു അന്ന് അവിടെ JD വാൻസ് വെളിപ്പെടുത്തിയത്. ഈ ആസ്തികൾ അൺഫ്രീസ് ചെയ്യുന്ന പ്രക്രിയയുടെ പൂർണ്ണമായ നിയന്ത്രണം അമേരിക്കയ്ക്കായിരിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകുകയാണ് എങ്കിൽ അത് അമേരിക്കൻ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും അതുവഴി ഇറാനിലെ ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കുവാനും വേണ്ടി ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു വിശദീകരണമായി തന്നെ വാൻസ് നൽകിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.